ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററായ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലെ എല്ലാ തവണയും എക്സാം ചോദിക്കുന്ന ഒരു ഭാഗമാണ് ക്വാണ്ടം നമ്പേഴ്സ്. അപ്പോൾ ഈ ക്വാണ്ടം നമ്പേഴ്സുമായി ബന്ധപ്പെട്ട് നമുക്കൊരു +1 എക്സാമിന് ചോദിക്കുന്ന രീതിയിൽ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ക്വാണ്ടം നമ്പേഴ്സ് 4 എണ്ണം ഉണ്ട്. ഒന്നാമത്തെ ക്വാണ്ടം നമ്പറാണ്, നമുക്കറിയാം, അത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഇതിനെ സ്മോൾ ലെറ്റർ n കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോൺ ഇരിക്കുന്ന ഷെല്ല് ഏതാണ് എന്ന് നമുക്ക് പറയാനാണ്. ഇലക്ട്രോൺ ഇരിക്കുന്ന ഷെല്ല് ഏതാണ്? ഈ ക്വാണ്ടം നമ്പർ 1, 2, 3, 4 മുതലുള്ള ഏത് നമ്പേഴ്സും ആവാം. അപ്പൊ n = 1 കിട്ടിയാൽ അർത്ഥം അത് ഒന്നാമത്തെ ഷെല്ലിലാണ്. n = 4 കിട്ടിയ അർത്ഥം നാലാമത്തെ ഷെല്ലിലാണ്. ഇതാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അടുത്തതാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഇതിനെ സബ്സിഡിയറി ക്വാണ്ടം നമ്പർ എന്ന് വിളിക്കും. ഇതിന്റെ സിമ്പല് L എന്നാണ്, സ്മോൾ ലെറ്റർ L. ഇത് റെപ്രസെന്റ് ചെയ്യണത് ഇലക്ട്രോൺ ഇരിക്കുന്ന സബ്ഷെൽ ഏതാണ് എന്ന് പറയാനാണ്. ഇലക്ട്രോൺ ഇരിക്കുന്ന സബ്ഷെൽ ഏതാ പറയാനാണ്. നമുക്ക് പഠിക്കാനുള്ള സബ്ഷെല്ലുകൾ S, P, D, F ആണ്. അതേപോലെ ഇനിയും സബ്ഷെല്ലുകൾ പറയാമെങ്കിലും നമുക്ക് പഠിക്കാനുള്ള ഈ 4 ഈ 4ത്തിന്റെയും L വാല്യൂസ് പഠിച്ചു വെച്ചാൽ മതി. L വാല്യൂ തുടങ്ങുന്നത് 0 എന്നാണ്. S0, P1, D2, F3 എന്നതാണ് L വാല്യൂസിന്റെ കണക്ക്. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പർട്ടിക്കുലർ n വാല്യൂക്ക് അനുസരിച്ചിട്ടാണ് L വാല്യൂ വരിക. അതെന്താ കണക്കറിയോ? L വാല്യൂസ് എപ്പോഴും 0 മുതൽ n-1 വരെയുള്ള വാല്യൂസ് ആയിരിക്കും. അപ്പൊ 0 മുതൽ n-1 വരെ ആയിരിക്കും എന്ത് വരിക? L വാല്യൂസ് വരിക. ഓക്കെ, അപ്പോ n1 ആണെങ്കിൽ, അത് ഒന്നാമത്തെ ഷെല്ലാണെങ്കിൽ L വാല്യൂ ഏതാ വരിക? 0 മാത്രമേ വരുള്ളൂ. കാരണം 1 - 1 0 ആണ്. n2 ആണെങ്കിൽ L ഏതൊക്കെ വരും? 0 വരും, അതുപോലെ 1 വരും. n = 3 ആണെങ്കിൽ L 0 വരും, 1 വരും, 2 വരും. n = 4 ആണെങ്കിൽ L 0 വരും, 1 വരും, 2 വരും, 3 വരും. അപ്പൊ ഇതിന്റെ കൂടുതൽ ടെക്നിക് കൂടെ ഉണ്ട്. n = 1 ആണെങ്കിൽ ഒന്നാമത്തെ ഷെല്ലിൽ എത്ര L വാല്യൂ ഉണ്ട്? L വാല്യൂ = 0 എന്ന് പറഞ്ഞ ഒരു വാല്യൂ അല്ലേ? അതിനർത്ഥം 1 L വാല്യൂ ഉണ്ട്. 1 L വാല്യൂ റെപ്രസെന്റ്സ് 1 സബ് ഷെൽ. അപ്പൊ ഒരാൾക്ക് പറയാ ഒന്നാമത്തെ ഷെല്ലിൽ ഒരു സബ് ഷെല്ലാണ്. അപ്പൊ രണ്ടാമത്തെ ഷെല്ലിലോ 2 സബ് ഷെല്ലാണ്. മൂന്നാമത്തെ ഷെല്ലിൽ 3 സബ് ഷെല്ലാണ്. നാലാമത്തെ ഷെല്ലിൽ 4 സബ് ഷെല്ലാണ്. നമുക്ക് SPDF എന്ന 4 സബ് ഷെല്ലെ പഠിക്കാനുള്ളതുകൊണ്ട് അതുവരെ ഇത് മാത്രം. ഇനി അങ്ങനെ പോവാം. 10ാമത്തെ ഷെല്ലിൽ എത്ര സബ് ഷെൽ ഉണ്ടാവും? 10 സബ് ഷെൽ ഉണ്ടാവും എന്നൊരാൾക്ക് മനസ്സിലാക്കിക്കൂടെ? ഇതാണ് രണ്ടാമത്തെ ക്വാണ്ടം നമ്പർ. മൂന്നാമത്തെ ക്വാണ്ടം നമ്പർ ആണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഇതിനെ സിംപ്ലി M എന്ന് റെപ്രസെന്റ് ചെയ്യും, അല്ലെങ്കിൽ LM എന്ന് റെപ്രസെന്റ് ചെയ്യും. ഇത് റെപ്രസെന്റ് ചെയ്യണത് ഇലക്ട്രോൺ ഇരിക്കുന്ന ഓർബിറ്റൽ ഏതാണ് എന്ന് മനസ്സിലാക്കാനാണ്. ഞാൻ എക്സാം ലെവലിൽ പഠിക്കേണ്ട ഷോർട്ടാക്കി പറയാണ്. ഇലക്ട്രോൺ ഇരിക്കുന്ന ഓർബിറ്റൽ ഏതാണ്, അതിന്റെ സ്പേഷ്യൽ അറേഞ്ച്മെന്റ് എന്നൊക്കെയാണ് അതിന് പറയാം. ഇനി L വാല്യൂന്റെ ബേസിലാണ് M വാല്യൂ വരിക. L വാല്യൂക്ക് അനുസരിച്ചിട്ടാണ് M വാല്യൂ വരിക. അതിന് കണക്ക് -L മുതൽ +L വരെ ആയിരിക്കും M വാല്യൂസ്. അങ്ങനെ എത്ര M വാല്യൂസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ അതെപ്പോഴും 2L+1 ആയിരിക്കും. ഇത്രയും പഠിച്ചു വെച്ചാൽ നമുക്ക് M വാല്യൂസ് കിട്ടും. അപ്പൊ L വാല്യൂക്ക് അനുസരിച്ചാണ് M വാല്യൂ വരിക. അത് എത്ര M വാല്യൂ കിട്ടി? അപ്പൊ നമുക്ക് നോക്കാം. S എന്ന സബ്ഷെൽ ആണെങ്കിൽ L വാല്യൂ 0 ആണ് നമ്മൾ എഴുതിയിരിക്കണം. അപ്പൊ അതിന്റെ M വാല്യൂ ഏതാ വരിക? -0 മുതൽ +0 എന്ന് വരുമ്പോ 0 മാത്രമല്ലേ വരുള്ളൂ. M = 0 എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ ആട്ടാ. 1 വാല്യൂ എന്ന് പറഞ്ഞ അർത്ഥം ഇറ്റ് റെപ്രസെന്റ്സ്
1 ഓർബിറ്റൽ എന്നാണ്. 1 ഓർബിറ്റൽ. അപ്പൊ ഒരാൾക്ക് എന്ത് പഠിക്കാം? എസിന് ഒരു ഓർബിറ്റൽ ഉള്ളൂ എന്ന് പഠിക്കാം. പി ആണെങ്കിൽ L ഈക്വൽ ടു 1 ആണ്. അപ്പൊ എം ഏതൊക്കെ വരും? -L മുതൽ +L വരെ ആണെങ്കിൽ -1 വരും, 0 വരും, +1 വരും. ഇപ്പൊ എത്രണ്ണായി? 3 എണ്ണായി. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം പിക്ക് 3 ഓർബിറ്റൽസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഡി ആണെങ്കിൽ L ഈക്വൽ ടു 2 ആണെങ്കിൽ M is equal to -2, -1, 0, +1, +2 മൊത്തം 5 വാല്യൂസ് ഉണ്ടാവും. അതുപോലെ ഈ പറഞ്ഞ എഫ് ആണെങ്കിൽ ഇവിടെ നോട്ട് ചെയ്യേണ്ടത്, എഫ് ആണെങ്കിൽ അതിന്റെ L വാല്യൂ 3 ആയതുകൊണ്ട് M വാല്യൂസ് -3, -2, -1, 0, +1, +2, +3 മൊത്തം 7 വാല്യൂസ് വരും, 7 ഓർബിറ്റൽസ് വരും. ഇത്രയാണ് എം വാല്യൂസിനോട് പറ്റി പഠിക്കാനുള്ളത്. പിന്നെ ലാസ്റ്റ് വൺ ആണ് സ്പിൻ ക്വാണ്ടം നമ്പർ. സ്പിൻ ക്വാണ്ടം നമ്പറിനെ സിംപ്ലി എസ് എന്ന് റെപ്രസെന്റ് ചെയ്യും, അല്ലെങ്കിൽ MS എന്ന് റെപ്രസെന്റ് ചെയ്യും. ഇത് റെപ്രസെന്റ് ചെയ്യണത് സ്പിന്നിനെയാണ്. ഒരു ഓർബിറ്റലിൽ മാക്സിമം 2 ഇലക്ട്രോൺ ആണ് ഫില്ല് ചെയ്യാൻ പറ്റുക. ആ 2 ഇലക്ട്രോണിന്റെ സ്പിൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഒരാൾക്ക് +½ എന്ന ക്വാണ്ടം നമ്പറും ഒരാൾക്ക് -½ കൊടുത്തു. അതിലൊന്ന് ക്ലോക്ക് വൈസ് ആണ് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ അടുത്തത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്വാണ്ടം നമ്പറിനെ കുറിച്ച് പഠിക്കുമ്പോൾ ബേസിക്കലി മനസ്സിൽ വേണ്ടത്. 4 ക്വാണ്ടം നമ്പർ, അതിന്റെ വാല്യൂസ് എങ്ങനെയൊക്കെ വരും, ഇതിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ പോവാണ്. അടുത്ത വീഡിയോസിൽ കാണാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട +1 ബോർഡ് എക്സാം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ബേസ് ആണ് ഇപ്പം കിട്ടിയത്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.